ഹായ് ഗൈസ്, അപ്പോൾ നട്ടുച്ച നേരത്തെ ഞാനും ചേട്ടനും കൂടിയിട്ട് ടൗണിൽ പോവുകയാണ്. ഇന്ന് ഹെൽമെറ്റിൻ്റെ കഥയാട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ഹെൽമെറ്റിന് ഒരു കവചം മേടിക്കണം, അതായത് ഗ്ലാസ് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഇത്രയും നാൾ ഫോണായിരുന്നു എൻ്റെ കാര്യം. അതായത് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഫോൺ ഒരു 3-4 പ്രാവശ്യം എറിഞ്ഞ് പൊട്ടിച്ചായിരുന്നു. ഡിസ്പ്ലേ ഒക്കെ പോയി റെഡിയാക്കി ലാസ്റ്റത്തെ ഒരു നിബന്ധന കിട്ടിയായിരുന്നു എനിക്ക്. എന്താണെന്ന് വെച്ചാൽ, ഇനി ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കീപാഡ് ഫോൺ മേടിച്ചു തരും. ഇതോടുകൂടി ഈ ഫോൺ അങ്ങോട്ട് നിർത്തിട്ടാന്ന് പറഞ്ഞപ്പോൾ ആ ഫോൺ അങ്ങോട്ട് നമ്മുടെ ലിസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ നമുക്ക് കയ്യിൽ കിട്ടിയത് ഹെൽമെറ്റ് ആയിരുന്നേ. അപ്പോൾ ഒരു പ്രാവശ്യം ഹെൽമെറ്റ് അങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം ഹെൽമെറ്റിൻ്റെ ഗ്ലാസും പൊട്ടിയായിരുന്നു. പക്ഷേ ഇവർക്ക് അറിയില്ലല്ലോ, ഞാൻ പാവാണ്, ഈ മൂഡ് സിങ്സ് ആണ് വില്ലത്തിയെന്ന്. ഈ മൂഡ് സിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പിടിച്ചാൽ കെട്ടില്ല. നമുക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല അറിയൂ, അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾക്കതിന് പറ്റുകയില്ല. അപ്പോൾ ഇതാ നമ്മൾ തൃശ്ശൂർ എത്തി, ഹെൽമെറ്റിൻ്റെ കടയിലൊക്കെ എത്തി നമ്മുടെ ഹെൽമെറ്റൊക്കെ സെറ്റാക്കി ഇട്ടു. അതിൻ്റെ ഇടയിൽ എംപ്ലോയ്മെൻറ്റിലേക്ക് ഒന്ന് കയറി. എംപ്ലോയ്മെൻറ്റിൽ കയറിയപ്പോൾ അവിടുത്തെ സാറ് ഫുഡ് കഴിക്കാൻ പോയിരിക്കായിരുന്നു. അപ്പോൾ ഇനി തിങ്കളാഴ്ച അങ്ങോട്ടേക്ക് പോകണം. അത് നമ്മുടെ പുതിയ ഹെൽമെറ്റൊക്കെ ഗ്ലാസ്സൊക്കെ, ഹെൽമെറ്റ് അല്ല കേട്ടോ, ഗ്ലാസ്സൊക്കെ ഇട്ടു. നമ്മളിതാ സൂപ്പറായിട്ട് വരികയാണ്. തിരിച്ച് വരുന്ന വഴിക്ക് ഭയങ്കരമായിട്ട് വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്നൊന്നും ഷേക്ക് കുടിക്കാതെ ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ആയ കേച്ചേരിയിൽ ഒരു കടയുണ്ട്. അവിടുത്തെ കടയിലേക്ക് നേരെ വന്നു. അവിടെ നിന്ന് ഇതാ ഷേക്കും അതുപോലെ തന്നെ പപ്സൊക്കെ മേടിച്ച് കഴിച്ചായിരുന്നു. പിന്നെ മോനക്ക് അതേമാതിരി തന്നെ പപ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് വന്നായിരുന്നു. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് നമ്മൾ ഉണ്ണീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കായിട്ട് വന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ വണ്ടിക്ക് പേരൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ആ സ്റ്റിക്കർ കടയിൽ കയറിയിട്ട് വേദിട്ടിൻ്റെ പേരും അതുപോലെ തന്നെ നമ്മുടെ ശ്രീരാമൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ മൂഡ് സിങ്സിനോട് ഞാൻ പിന്നെയും പ്രത്യേകം പറയുകയാണ്, എന്നെ ഇങ്ങനെ വെറുതെ വിട്ടേക്കണം. ഇനി എനിക്ക് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് മാറ്റി തരും. കൂടെ ഒരു ലൈക്കും ആവാം, ഒരു സബ്സ്ക്രൈബറും ആവാം ട്ടാ.